ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ലെങ്തി വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. വേറൊന്നുമില്ല, ദുബായിലുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിനെ കുറിച്ചാണ്. ഇറ്റ്സ് എ ഫിഷ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ആൻഡ് മീറ്റ് മാർക്കറ്റ്. അത് ഈ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 2017 ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മാർക്കറ്റ് ടോട്ടലി ഓപ്പൺ ഏരിയ ആയിരുന്നു. അതായത് മേളിൽ മാത്രം ഒരു ഷെൽട്ടർ, അല്ലാതെ ബാക്കിയുള്ളതൊക്കെ തുറന്ന രീതിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് 24/7 ഓപ്പൺ ആണ്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇതൊരു മോൾ തന്നെയാണ്. ആക്ച്വലി 120,000 സ്ക്വയർ ഫീറ്റ് വലുപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫിഷ് വാങ്ങിക്കാം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, അതുകൂടാതെ ഫിഷ് കട്ടിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ലുലു ഉണ്ട്. ആ ലുലുവിൻ്റെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടത്. ആ ലുലുവിൽ പൊതുവെ വളരെ തിരക്ക് കുറവാണ്. അതുമാത്രമല്ല, അതിനകത്തുള്ളൊരു ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ, നല്ല കാര്യമെന്ന് വെച്ചാൽ, അവിടെ നമുക്ക് നല്ല ഓഫറിൽ വെറും 5 ദിറംസ് 10 ദിറംസിനൊക്കെ നല്ല രീതിയിലുള്ള ഡ്രസ്സ് ഓഫറിന് കാണാറുണ്ട്. ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, പാത്രങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളും അവിടെ നല്ല രീതിയിൽ ഓഫർ വരാറുണ്ട്. അപ്പോൾ ഈ ഫിഷ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇവിടെ വേറെ സ്പൈസസ്, അതായത് നമ്മൾ കാണാത്ത രീതിയിലുള്ള സ്പൈസസ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്പൈസസ് ഉണ്ട്. ഒത്തിരി ടൈപ്പ് സ്വീറ്റ്സ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ എന്താ പറയുക, കുറേ സീഡ്സ്, നമ്മൾ കാണാത്ത രീതിയിലുള്ള സീഡുകൾ, പിന്നെ പല തരത്തിലുള്ള ഹണി, തേനുകൾ, പിന്നെ പല നാട്ടിലുള്ള എന്താ പറയുക, ഡേറ്റ്സ് എന്ന് പറയുമ്പം ഈന്തപ്പഴങ്ങൾ, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഇവിടെ ആർട്ട് ആൻഡ് മ്യൂറൽസ് കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. പിന്നെ മ്യൂറൽസ് എന്ന് പറയുമ്പോൾ നിനക്ക് അറിയാമല്ലോ, ഭിത്തികളിൽ വലിയ രീതിയിൽ പെയിൻ്റ് ഇങ്ങനെ വരച്ചു വയ്ക്കും. അതിലുപയോഗിക്കുന്ന കളറെന്ന് വെച്ചെന്നാൽ പ്രകൃതിദത്തമായിട്ടുള്ള നിറങ്ങളാണ്, അഥവാ കല്ലുകൾ, ചെടികളൊക്കെ കൊണ്ടിട്ടായിരിക്കും അത് കളർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ പാർക്കിംഗ് ആണെങ്കിൽ പോലും ചില സമയത്ത് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ നോക്കി വന്നേക്കുന്നത് കുറഞ്ഞ സമയത്താണ്, തിരക്ക് കുറഞ്ഞ സമയത്താണ്. ഇതാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കുറേ ട്രോളീസ് നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ഒരു ട്രോളി പോലും നമുക്ക് അവൈലബിൾ ആയിട്ട് ഇരിക്കില്ല. നമ്മൾ പിന്നെ നോക്കി നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലൊരു ട്രോളി എടുക്കും. പിന്നെ നമ്മൾ വലിച്ചു വാരിയൊന്നും സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാറില്ല. മീൻ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. കാര്യം ഇവിടെ നിന്ന് ഫിഷും വെജിറ്റബിളും വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അതിലും നല്ലത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ മാത്രമായിട്ടുള്ള മാർക്കറ്റ് ദുബായിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ താമസിയാതെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങ് പോയി റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഷോപ്സ്, പലതരത്തിലുള്ള ഷോപ്സ് കാണാം. അവിടെ നിന്ന് മേളിലേക്ക് പോകുമ്പോഴാണ് ലുലു. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിനകത്തേക്ക് എൻട്രി ചെയ്തു. അപ്പോൾ ഇവിടെ കുറേ ഫിഷ് ടാങ്ക്, അതിനകത്ത് കുറേ എന്താണ് പറയുക, ക്രാബ്സും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റോൺ ക്രാബ്. ഇതിൻ്റെ നാടെന്ന് പറയുന്നത് കൊളംബിയ, മെക്സിക്കോ, ജമൈക്ക, ബഹാമസ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ രാജ്യം, ഈ ഒരു സ്റ്റോൺ ക്രാബ്സിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് കാണുന്നത് ടിലോപ്പിയാണ്, അഥവാ നമ്മുടെ സിലോപ്പിയാണ്. ഇത് കാളാഞ്ചിയാണ്. കാളാഞ്ചി പൊതുവേ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇനി ഈ പറയുന്നതാണ് നമ്മുടെ എന്താ പറയുക, റോക്ക് ലോബ്സ്റ്റർ എന്ന് പറയുമ്പോഴെങ്കിലും നല്ല വലുപ്പമുണ്ട്. എൻ്റെ കൈ വെച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് വലുപ്പമുള്ള സംഭവമാണ്. നമ്മളൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. നല്ല വില കൂടുതലുമാണ്, അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാനും പോയിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ ചെറിയ ഓയിസ്റ്റേഴ്സ്, ചെറിയ ചെറിയ ക്രാബ്സ് അതൊക്കെ കാണുന്നുണ്ട്. ബ്ലൂ ക്രാബ്സ് അതും ഇതുമൊക്കെ ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി പറയാൻ പോകുന്നത് ഞാൻ റെഡ് കളർ കിങ് ക്രാബിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്ര വലിയ വലിപ്പമുള്ളൊരു ക്രാബാണ്. അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 24 പൗണ്ട് വരെ പോകാറുണ്ട്. പിന്നെ അതിൻ്റെ ലെഗ് സ്പാൻ എന്ന് പറയുന്നത് 5 ഫീറ്റ്, അതായത് ഈ ഒരു കാലിൻ്റെ അറ്റം മുതൽ ആ അറ്റം വരെ അതിൻ്റെ നീളമെന്ന് പറയുന്നത് 5 അടിയായിരിക്കും. ഓക്കെ, അപ്പം കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടായിരിക്കും തോന്നുന്നതെങ്കിലും പക്ഷെ നല്ല വലുതാണ് കേട്ടോ. ഇനി അടുത്തത് കാണുന്നതാണ് സ്പൈനി ലോബ്സ്റ്റർ. അപ്പോൾ ഈ ലോബ്സ്റ്ററും ചിലർ പറയും ക്രേ ഫിഷ് എന്ന്. ക്രേ ഫിഷും ലോബ്സ്റ്ററും സംഭവം ഒന്ന് തന്നെയാണെങ്കിലും രണ്ടും രണ്ട് സ്ഥലത്ത് വളരുന്ന സംഭവമാണ്. ഇതിപ്പം സ്പൈനി ലോബ്സ്റ്റർ, ഇത് കടലിൽ വളരുന്നതുകൊണ്ടാണ് കേട്ടോ, ഉപ്പ് വെള്ളത്തിൽ വളരുന്നതുകൊണ്ടാണ്. മറ്റേ ക്രേ ഫിഷ് എന്ന് നമ്മൾ പറയുന്നത് ലേക്കിലോ റിവറിലോ ഒക്കെ വളരുന്ന സംഭവമായിരിക്കും. ഓക്കെ,
പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്ലാംസും വൈറ്റ് ക്ലാംസും ഓയിസ്റ്റേഴ്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ ഞാനിപ്പോൾ ഒരു സംഭവം കാണിക്കും, ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ പേരാണ് ഒരു ടൈപ്പ് ഓഫ് ക്ലാം ആണ് കേട്ടോ. അതിൻ്റെ പേരാണ് ക്വിഡെക്. അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് GEODUCK എന്നാണെങ്കിൽ പോലും ക്വിഡെക് എന്നാണ് അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് ക്ഷമിക്കുക തെറ്റുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ ക്വിഡെക് എന്ന് വെച്ചെന്നാൽ ഡിഗ് ഡീപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പേര് പോലെ തന്നെ ഇവ മണലിലോ ചെളിയിലോ ആഴത്തിൽ തുളച്ച് കയറി ജീവിക്കാൻ കഴിവുള്ളവയാണ് കേട്ടോ. അപ്പം ഞാൻ അതിനെ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ എന്താ പറയുക സ്പൈഡർ ക്രാബ് കേട്ടോ. സ്പൈഡർ ക്രാബിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് അത്രയും വലിയൊരു സംഭവമാണ് കേട്ടോ. ഇതാണ് ക്വിഡെക് കേട്ടോ. ഇതാണ് ക്വിഡെക്. നിങ്ങൾ കണ്ടു കാണും ചിലപ്പം, ഈ വീഡിയോസിലൊക്കെ കണ്ടു കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പൈഡർ ക്രാബിനെ കുറിച്ച് പറഞ്ഞില്ലേ. സ്പൈഡർ ക്രാബ് എന്ന് പറയുന്നത് ജാപ്പനിലൊക്കെ ഉള്ളൊരു ഞണ്ടാണ്. ഇത് ഭയങ്കര വലുതാവും. എന്ന് വെച്ചെന്നാൽ അതിൻ്റെ ലെഗ് സ്പാൻ എന്ന് പറയുന്നത് ഒരു ക്ലോയിന്ന് അടുത്ത ക്ലോ വരെ ഏകദേശം 12 ഫീറ്റാണ്. 3.8 മീറ്ററോളം നീളമുണ്ട്. അത്ര വലുതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇപ്പോൾ കണ്ട ഒരു റോക്ക് ലോബ്സ്റ്ററാണ് കേട്ടോ. അത് പൊതുവെ ഓസ്ട്രേലിയയിലാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ കണ്ടത് ക്ലാംസും ഓയിസ്റ്റേഴ്സുമാണ്.